സുഭാഷിതം. യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഇന്ന് നാം ചിന്തിക്കുന്നത് 19 അധ്യായത്തിന്റെ 22 വാക്യം. യഹോവ മിസ്രയീമിനെ അടിക്കും, അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയിലേക്ക് തിരിയുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. And the Lord will strike Egypt, he will strike and heal it. They will return to the Lord, and he will be entreated by them and heal them. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിന് ഒത്തവണ്ണം യെശയ്യാ പ്രവചനത്തിൽ 66 അധ്യായങ്ങളുണ്ട്. ഈ പ്രവചന പുസ്തകത്തിന്റെ ഉള്ളടക്കം കണക്കിലെടുത്ത് ഇതിനെ ലഘുവേദപുസ്തകം അഥവാ മിനിയേച്ചർ ബൈബിൾ എന്ന് വിളിക്കാറുണ്ട്. വേദപുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ ന്യായവിധി, ശിക്ഷ ഇവയുടെ വിവരണങ്ങൾ നൽകുന്നതുപോലെ യെശയ്യാവിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ 39 അധ്യായങ്ങളിലും ന്യായവിധിയുടെ പ്രവചനങ്ങളാകുന്നു. പുതിയ നിയമത്തിൽ ദൈവസ്നേഹത്തിന്റെയും കൃപയുടെയും പ്രത്യാശയുടെയും സുവിശേഷം പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ യെശയ്യാവിന്റെ അവസാനത്തെ 27 അധ്യായങ്ങളിൽ സുവിശേഷ ദൂതുകൾ വഹിക്കുന്നു. യെശയ്യാവിന്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്ന യഹൂദ ദൈവത്തെ വിട്ടുമാറി അന്യദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്തതിന്മേലുണ്ടായ ന്യായവിധി പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളായ അസീറിയ, ബാബേൽ, മോവാബ്, ഫെലിസ്ത്യർ ഇങ്ങനെയുള്ളവർക്ക് എതിരെ പറഞ്ഞു വന്ന് 19 അധ്യായത്തിൽ മിസ്രയീമിനെതിരെയുള്ള ന്യായവിധിയാണ് പ്രഖ്യാപിക്കുന്നത്. 19 അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും. എന്നാൽ 18 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. തുടർന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെന്നും യഹോവയ്ക്ക് ആരാധന കഴിക്കുമെന്നുമാകുന്നു. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും, അവൻ അവർക്കൊരു രക്ഷകനെ അയക്കുകയും വിടുവിക്കുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യമാണ് നാം വായിച്ച കുറിവാചകത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് രൂപാന്തരത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ശക്തിയെക്കുറിച്ചാകുന്നു. ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവും ഇതിൽ കൂടെ നമ്മോട് പ്രകടിപ്പിക്കുന്നു. നാം എത്ര തെറ്റിപ്പോയാലും ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. എബ്രായർ ലേഖനകർത്താവ് പറയുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ മക്കൾ തെറ്റിപ്പോകുമ്പോൾ, അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നമ്മുടെ ഹിതത്തിന് ഒത്തവണ്ണം വഴങ്ങാതിരിക്കുമ്പോൾ എത്രയെത്ര പ്രാവശ്യം നാം കുഞ്ഞുങ്ങളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അവരോടുള്ള സ്നേഹത്തിന്റെ പാരമ്യം കൊണ്ടാണ് നാം അത് ചെയ്യുന്നത്. അതിലും അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കഷ്ടപ്പാടുകളും പരാജയങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുള്ള ബാലശിക്ഷകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് പോലെ അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. നാം യഹോവയെങ്കിലേക്ക് തിരിയുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമുക്ക് വേണ്ട മാനസിക ശാരീരിക സൗഖ്യങ്ങൾ അവിടുന്ന് കൽപ്പിക്കും. നാം തെറ്റിപ്പോയി നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ശിക്ഷണം അത്യാവശ്യമാണ്. ആകയാൽ ആ നല്ല ശിക്ഷണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന ശിക്ഷണത്തിനായി നന്ദി പറയുന്നു. അത് മനസ്സിലാക്കി അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ.
അങ്ങേ ദർശിപ്പാൻ